വെൽക്കം ടു എൻസൈൻ ന്യൂസ് ഫീഡ്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് പോകാം. മംഗളൂരുവിൻ്റെ തനിയാവർത്തനം. ഈ വാർത്ത വന്നത് മലയാള മനോരമ 10/8/2020. ഓഗസ്റ്റ് 7 കരിപ്പൂരിൽ നടന്ന വിമാന ദുരന്തത്തെ പറ്റിയാണ് മേൽപ്പറഞ്ഞ വാർത്ത. ഈ വാർത്തയിൽ പറയുന്ന ബ്ലാക്ക് ബോക്സ് എന്ന ഉപകരണത്തെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ദ ബ്ലാക്ക് ബോക്സ് ഹെൽപ്സ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഏവിയേഷൻ ആക്സിഡൻറ്റ്സ്. ഇറ്റ്സ് ബ്രൈറ്റ് ഓറഞ്ച് ഇൻ കളർ ആൻഡ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ ടെയിൽ സൈഡ് ഓഫ് ദ എയർക്രാഫ്റ്റ്. വിമാന അപകടങ്ങളുടെ കാരണം മനസ്സിലാക്കുന്നതിനായി വിമാനത്തിൽ തന്നെ ഫിറ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ്. ഇതിൻ്റെ നിറം ഓറഞ്ച് ആണ്. ഇത് ഫിറ്റ് ചെയ്യുന്നത് വിമാനത്തിൻ്റെ വാൽഭാഗത്തുമാണ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഭാഗമാണ് വിമാനത്തിൻ്റെ വാൽഭാഗം. ഒരു ആക്സിഡൻ്റ് ആയ ശേഷം പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിറം ഓറഞ്ച് ആയിട്ട് നൽകുന്നത്. ദ ബ്ലാക്ക് ബോക്സ് കൺസിസ്റ്റ് ഓഫ് ദ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ and the cockpit voice recorder. The FDR preserves the recent history of the flight, while CVR preserves the recent history of sounds in the cockpit. വിമാനത്തിൻ്റെ യാത്രാപഥം, വേഗം, കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ ഘടകങ്ങളാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ രേഖപ്പെടുത്തുന്നത്. കോക്പിറ്റിലെ സംഭാഷണങ്ങൾ, റേഡിയോ സന്ദേശങ്ങൾ തുടങ്ങിയവയാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ രേഖപ്പെടുത്തുന്നത്. ആശങ്കയുണർത്തി കരട് EIA വിജ്ഞാപനം. ഈ വാർത്ത വന്നത് മാതൃഭൂമി 10/8/2020. EIA stands for Environment Impact Assessment. It makes a scientific estimate of the likely impact of a project like mine, dam, industry, etc. on the environment. മൈനിങ്, ഡാമുകൾ, വ്യവസായങ്ങൾ തുടങ്ങിയ വലിയ പദ്ധതികളിലൂടെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിനാണ് EIA അഥവാ പരിസ്ഥിതി ആഘാത പഠനം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു പഠനം നടത്തി നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാരിസ്ഥിതിക മന്ത്രാലയം ഈ ഒരു പദ്ധതിക്ക് ക്ലിയറൻസ് നൽകുന്നത്. The EIA was introduced in 1994 under the Environment Protection Act of 1986. There was a major amendment in 2006. The 2006 notification includes components like public hearing, post-construction monitoring, the structure of the Expert Operation Committee as its important features. The current proposal liberalizes the concept of EIA in accordance with the government strategy of improving the ease of doing business. വികസന പദ്ധതികളിൽ കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് 2006 EIA നോട്ടിഫിക്കേഷനിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ EIA ഡ്രാഫ്റ്റ് ഓഫ് 2020. പോസ്റ്റ് ഫാക്ടോ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്, അതായത് പദ്ധതി ആരംഭിച്ചതിന് ശേഷവും ക്ലിയറൻസ് നേടാനുള്ള വ്യവസ്ഥ. ഒരു പദ്ധതി ഉടമയ്ക്ക് അപേക്ഷ നൽകി 15 ദിവസത്തിനുള്ളിൽ അനുമതി ലഭിച്ചിട്ടില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കുകയും ഉടമയ്ക്ക് പദ്ധതി ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും. എക്സ്ക്ലൂഷൻ ഓഫ് സെവറൽ ആക്ടിവിറ്റീസ് ഫ്രം EIA. മണ്ണു ഖനനം, 1 കോടി രൂപ വരെ മൂലധനമുള്ള ധാതു ഖനനങ്ങൾ, സിമന്റ് ഉൽപ്പാദന യൂണിറ്റുകൾ തുടങ്ങിയവയെ EIAയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അപ് ടു 1.5 lakh square meter ആൻഡ് മൈനിങ് ആക്ടിവിറ്റീസ് അപ് ടു 5 hectares ടു ബി ഔട്ട്സൈഡ് ദ പർവ്യൂ ഓഫ് EIA. 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്ക് പരിസ്ഥിതി ആഘാത പഠനം വേണ്ടതില്ല എന്നാണ് പുതിയ വിജ്ഞാപനം പറയുന്നത്. നിലവിൽ ഈ പരിധി 20,000 ചതുരശ്ര മീറ്റർ മാത്രമാണ്. അതുപോലെ തന്നെ 5 ഹെക്ടർ വരെയുള്ള മൈനുകൾക്ക് ആഘാത പഠനം വേണ്ടതില്ല എന്നാണ് പറയുന്നത്. നിലവിൽ എല്ലാതരം മൈനുകൾക്കും പരിസ്ഥിതി ആഘാത പഠനം വേണ്ടതുണ്ട്. Now let's move next features. The notice period for public hearing reduced from 30 to 20 days. EIAയുടെ ഭാഗമായിട്ടുള്ള പൊതു ഹിയറിങ്ങിന് മുമ്പ് 30 ദിവസമാണ് നൽകിയിരുന്നത്. ഈ പരിധി 20 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് പൊതുജനാഭിപ്രായം നൽകാനുള്ള അവസരം കുറച്ചു എന്ന് ചുരുക്കം. പോസ്റ്റ് കൺസ്ട്രക്ഷൻ കംപ്ലൈൻസ് റിപ്പോർട്ട് reduced to once in a year.
നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം മുൻ നോട്ടിഫിക്കേഷൻ പ്രകാരം 6 മാസം കൂടുമ്പോൾ ഒരു റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നു. ഈ ഒരു നിബന്ധന 1 വർഷത്തേക്ക് ചുരുക്കിയിട്ടുണ്ട്. അതായത് 1 വർഷത്തിൽ 1 തവണ മാത്രം ഈ കോംപ്ലയൻസ് റിപ്പോർട്ട് നൽകിയാൽ മതി. സുപ്രീം കോടതിയുടെ നിർണായക വിധി മകൾ ഒപ്പം. ഈ വാർത്ത വന്നത് മലയാള മനോരമ 12/8/2020. ദ ഹിന്ദു സക്സഷൻ ആക്ട് അഥവാ പിന്തുടർച്ചാവകാശ നിയമം, ഇതിന്മേലുള്ള കോടതി വിധിയെ പറ്റിയിട്ടാണ് മേൽപ്പറഞ്ഞ വാർത്ത. ദ ഹിന്ദു സക്സഷൻ ആക്ട് came into force in 1956. It was amended in 2005. This amendment gave daughters equal rights to ancestral property like the sons. ഇനി എന്താണ് ഈ നിയമത്തിന്റെ പ്രശ്നം? In 2015, the Supreme Court had declared that this would not have retrospective effect and the father need to be alive as on 9/9/2005 when the act came into force. ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന 9/9/2005 എന്ന തീയതിയിൽ ഒരു സ്ത്രീയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ലെങ്കിൽ ആ സ്ത്രീക്ക് കുടുംബസ്വത്തിൽ അവകാശമില്ല എന്നാണ് കോടതി വിധിച്ചത്. അതായത് ഈ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കോടതി വിധിച്ചു. The Supreme Court overruled this earlier order and declared that the 2005 amendment has retrospective effect. അതായത് 2015 പറഞ്ഞ വിധി സുപ്രീം കോടതി തന്നെ തിരുത്തി. ഇനി കേരളത്തെ ഈ വിധി എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം. കേരള ഹാസ് ഓൾറെഡി എൻഫോഴ്സ്ഡ് ദിസ് പ്രൊവിഷൻ ആസ് പെർ ദ കേരള ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് ഓഫ് 1975. അതായത് കേരള ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥ നിരോധന നിയമപ്രകാരം 1975 തന്നെ ഈ വ്യവസ്ഥ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധി കേരളത്തിലെ നിയമവ്യവസ്ഥയെ ഒരിക്കലും ബാധിക്കില്ല. US മധ്യസ്ഥതയിൽ UAE ഇസ്രായേൽ ചരിത്ര കരാർ. ഈ വാർത്ത വന്നത് മലയാള മനോരമ 14/8/2020. The UAE Israel Pact. The peace agreement was brokered by the US President Donald Trump. UAE is the third country in the Gulf region to establish diplomatic relations with Israel after Egypt in 1980 and Jordan in 1994. ഇസ്രായേലുമായി സമാധാന ഉടമ്പടിയിൽ ഏർപ്പെടുന്ന അറബ് മേഖലയിലെ മൂന്നാമത്തെ രാജ്യവും GCC മേഖല അഥവാ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ ആദ്യത്തെ രാജ്യവുമായി UAE മാറി. The Arab countries way back in 1967 had declared no peace with Israel after the Six-Day War. Israel had captured territories like Sinai Peninsula from Egypt and Golan Heights from Syria. Then ബദ്ധവൈരികളെ കണക്കാക്കപ്പെടുന്ന GCCയിലെ ഒരു രാഷ്ട്രവും ഇസ്രായേലും തമ്മിൽ സമാധാന കരാറിൽ ഏർപ്പെടുക എന്നത് തന്നെ ആഗോള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ്. ഇതിലൂടെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് ഈ മേഖലയിൽ തന്നെയുള്ള വലിയ ശക്തിയായ ഇറാനെ വരുതിയിൽ കൊണ്ടുവരിക എന്നതാണ്. കൃഷിക്ക് ഭീഷണിയായി വിത്ത് പാഴ്സലുകൾ. ഈ വാർത്ത വന്നത് മാതൃഭൂമി 9/8/2020. അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ലഭിച്ച വിത്ത് പാഴ്സലുകളെ പറ്റിയാണ് മേൽപ്പറഞ്ഞ വാർത്ത. Suspicious or unsolicited seed parcels from unknown sources have been arriving in India. They may contain seeds of invasive alien species or may introduce pathogens. Invasive species are those organisms that are introduced externally but may affect the local biodiversity. Thus, they can be challenged to the biodiversity. So, protecting the local biodiversity from external living organisms is a must. And this procedure is called as biosafety or biosecurity. Stringent plant quarantine and customs checks are required at the ports and airports where such parcels enter to India. അന്തമാനിലേക്ക് കടലിനടിയിലൂടെ 2312 കിലോമീറ്റർ കേബിൾ. ഈ വാർത്ത വന്നത് മാതൃഭൂമി 11/8/2020. First submarine optical fiber cable in India. It connects Chennai in the mainland with Port Blair in Andaman Nicobar, measuring 2312 km. It provides internet speed of up to 400 Gbps at Port Blair
and 200 Gbps at other islands. Gbps stands for gigabytes per second. Optical fiber cable uses light for communication and can ensure better internet speeds. Light, when compared to other electromagnetic waves, has higher frequency and hence can carry more data. The OFC employs a technique called as total internal reflection to carry light waves to the other end. The current submarine OFC cable would result in better e-governance facilities and the growth of e-commerce in the Andaman Nicobar Islands. It is also important for the strategic cooperation with other East Asian countries under India's Look East policy. This is also to counter the growing influence of China in the region. The Prime Minister in his independence speech has also announced another undersea cable to the Lakshadweep Islands, and this will be completed in 1000 days.